ഞാൻ അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇന്ത്യയിലെ കിസാൻ മോർച്ചയുടെ ഓൾ ഇന്ത്യ വൈസ് പ്രസിഡന്റാണ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് അയർലൻഡ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഫിനാഫോൾ പാർട്ടിയുടെ കാൻഡിഡേറ്റായി മത്സരിക്കുന്ന മഞ്ജു ദേവി എന്റെ അടുത്ത സുഹൃത്താണ്, എന്റെ അയൽക്കാരിയാണ്. ബാല്യകാലം മുതൽ വളരെ അടുത്ത് അറിയുന്ന ഒരു നല്ല വ്യക്തിത്വമാണ്. അവരിപ്പോൾ ഡബ്ലിൻ ഫിംഗൽ ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു. തീർച്ചയായിട്ടും അയർലൻഡിലെ മുഴുവൻ മലയാളികൾക്കും വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു ഭരണാധികാരിയായി, ഒരു പാർലമെന്റേറിയനായി, നിങ്ങളുടെ പ്രതിനിധിയായി അവർ ശോഭിക്കും. അവർ നിങ്ങളെ സഹായിക്കും, നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങളുടെ പ്രതിനിധി നിങ്ങളായിട്ട് തന്നെ പാർലമെന്റിൽ എത്തി നിൽക്കുന്ന അതേ രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാ മലയാളി സുഹൃത്തുക്കളോടും ഞാൻ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ്, ശ്രീമതി മഞ്ജു ദേവിക്ക് വേണ്ടി ഫിനാഫോൾ പാർട്ടിയിലെ പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിക്കുന്ന അയർലൻഡിലെ നമ്മുടെ അഭിമാന താരത്തിന് ഡബ്ലിൻ ഫിംഗൽ ഈസ്റ്റ് മണ്ഡലത്തിൽ വോട്ട് ചെയ്ത് അവരെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമ്പോൾ നിങ്ങളാണ് വിജയിക്കുന്നത്, നിങ്ങളുടെ രാജ്യമാണ് വിജയിക്കുന്നത്, അതിലുപരി അയർലൻഡാണ് വിജയിക്കുന്നത്. ആ വിജയത്തിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണയും വോട്ടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം, ഞാൻ മഞ്ജുദേവിയാണ്. നാളെ നമ്മുടെ ഇലക്ഷൻ ആണല്ലോ. എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടുത്തെ വോട്ട് എങ്ങനെ ഇടുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് എന്നോട് 1-2 പേര് പറയുണ്ടായി. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ നോ നീഡ് ടു വാച്ച് ദിസ് വീഡിയോ. ഐ എം ജസ്റ്റ് സേയിങ് എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന്. അതായത് ഇത് പാർലമെന്റ് ഇലക്ഷനാണ്, നമ്മുടെ ലോക്കൽ ഇലക്ഷൻ അല്ല. അതുകൊണ്ട് തന്നെ 18 വയസ്സിന് മേളിൽ പ്രായമുള്ളവർക്കും ഐറിഷ് പാസ്പോർട്ട് ഉള്ളവർക്കും മാത്രമേ നാളെ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഐറിഷ് വോട്ടിംഗ് രജിസ്റ്ററിൽ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതായത് ഇപ്പം പാസ്പോർട്ട് കിട്ടിയവർക്ക് പറ്റത്തില്ല, കാരണം അവർ ലൈവ് രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അത് ഈ നവംബർ 12 വരെ ഉള്ളായിരുന്നു അതിൻ്റെ ഡേറ്റ്. അതുകൊണ്ട് ലൈവ് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് വോട്ടിംഗ് ചെയ്യാൻ നാളെ പറ്റത്തില്ല. പിന്നെ നമ്മുടെ വീട്ടിലിപ്പോൾ ഓൾറെഡി ഞങ്ങൾക്കൊക്കെ ഇവിടെ വന്നു കേട്ടോ, ഒരു ഇലക്ഷൻ എവിടെയാണ് വോട്ട് ചെയ്യാൻ പോകേണ്ടതെന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഇൻഫർമേഷൻ ലീഫ്ലെറ്റ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്നാണ് കിട്ടിയത്. അത് കൊണ്ടുപോകണം. അതില്ലാത്തവർ ഇറ്റ് ഈസ് ഫൈൻ. ലൈവ് രജിസ്റ്റർ .ie ചെക്ക് ദ രജിസ്റ്റർ .ie നോക്കിയാൽ നമ്മുടെ ഏത് മീൻസ് ഫിംഗൽ ഈസ്റ്റോ വെസ്റ്റോ അത് കൗണ്ടിയും കൊടുത്ത് നമ്മുടെ എയർ കോഡും കൂടെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും നമ്മൾ രജിസ്റ്ററിൽ ഉണ്ടോ എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ പാസ്പോർട്ട് കൊണ്ടുപോകണം. വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഐഡന്റിഫിക്കേഷനായിട്ട് പാസ്പോർട്ട് കൊണ്ടുപോകണം എപ്പോഴും നല്ലത്. പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേനും അവർ പാസ്പോർട്ടും ചോദിക്കും. ഈ കാർഡ് നമുക്ക് വീട്ടിൽ കിട്ടിയെങ്കിൽ അതും കൂടെ കൊണ്ടുപോവുക. അത് കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ലൈവ് രജിസ്റ്റർ ചെക്ക് ചെയ്താൽ നമ്മുടെ പേരുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ അവിടെ ചെന്നിട്ട് നമുക്കൊരു ഷീറ്റ് തരും. അപ്പം അതിൽ ഓരോ സ്ഥാനാർത്ഥിയുടെയും പേരും കാണും, ഫോട്ടോയും കാണും, പിന്നെ ഏത് പാർട്ടിയാന്നുള്ളതും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനും ധാര ഒബ്രയാനും ഒന്നിച്ച് നിൽക്കുന്നു, സെയിം പാർട്ടി. അപ്പം സെയിം പാർട്ടിലെ 2-3 പേര് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പം നമ്മുടെ ഇവിടെ 2 പേരെ നിൽക്കുന്നുള്ളൂ. സോ ഞാൻ വോട്ട് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന പ്ലീസ് ഗീവ് മീ യുവർ നമ്പർ 1 വോട്ട്. അതായത് നിങ്ങൾ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് എൻ്റെ പേരിന്റെ നേരെ 1 എഴുതണം. ധാര ഒബ്രയാൻ സെയിം പാർട്ടിയാണ്, ധാര ഒബ്രയാന് നമ്പർ 2 കൊടുക്കണം. ധാര ചോദിക്കുമ്പം ഹി വിൽ സേ ഗീവ് മീ യുവർ നമ്പർ 1 വോട്ട്. അങ്ങനെയാണ് 2 പേരും. ഞാൻ പറയുമ്പം ഐ ഹാവ് ടു ആസ്ക് ഗീവ് മീ മൈ നമ്പർ 1 വോട്ട്. അപ്പൊ സെയിം പാർട്ടിക്ക് 1ഉം 2ഉം കൊടുക്കണം. പ്ലീസ് തരണം. ഈ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആവുന്നതുമാണ് കേട്ടോ. സോ അങ്ങനെ 1ഉം 2ഉം ഫീനഫോളിന്റെ മഞ്ജു ഓർ ധാര ഇങ്ങനെ കൊടുക്കുക. സോ ഐ വിൽ ആസ്ക് പ്ലീസ് ഗീവ് മീ യുവർ നമ്പർ 1 വോട്ട്. ഓക്കെ. പിന്നെ ആക്ച്വലി നമുക്ക് 1, 2 അതായത് ഫസ്റ്റ് ചോയ്സ്, സെക്കൻഡ് ചോയ്സ്, അങ്ങനെ 3, 4 എന്നൊക്കെ ഇട്ട് പോകും. അതെല്ലാം കോംപ്ലിക്കേറ്റഡ് ആകും. ജസ്റ്റ് വോട്ട് 1 and 2 ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആ വോട്ട് നമ്മുടെ
We've worked together for many years, and she is one of the best nurses I've ever worked with. Not only do I find her a good colleague, but she's now a very good friend. I have great confidence in her in being a fantastic politician, so I would recommend to anybody to give her number one. And to be absolutely fair, Dara O'Brien, her running mate, is being very sensible because he picked her to run with him. So I think vote for Manju number one, Dara number two, and if you can't get out, get somebody else out to go vote for her. She's excellent, and I want you to vote for hopefully a future Taoiseach in Ireland, Manju Devi. Thank you very much.